ആരായിരിക്കും ഈ സീസൺ വിന്നർ എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സംശയമൊന്നും വേണ്ട, അനീഷൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പ്ലേ ചെയ്യുന്നതല്ലേ. അല്ല ഇപ്പൊ ശരിക്കും ഈ അനീസ് ഷാനവാസ് കോംബോ വർക്കൗട്ട് ആവുന്നതുകൊണ്ട് ഈ അനീഷിന്റെ ഫോളോവേഴ്സ് നേരെ ഷാനവാസിലോട്ട് തിരിയാൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓവർടേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഷാനവാസ്. ലാലേട്ട് ആരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞവരെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്തതിൽ ഔട്ട് ആവുകയും ചെയ്യുന്നു സാധാരണ. അങ്ങനെ ഒരു എക്സാമ്പിൾ റോക്കി അസ്റോക്കിയൊക്കെ എക്സാമ്പിൾ ലാലേട്ട് അടിക്കാൻ കഴുകൻ അക്ബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെട്ടൊന്ന് മുറി രണ്ട് ലക്ഷ്മി അതിലൂടെ ഇഷ്യൂല് ശരിക്കും ലക്ഷ്മിക്ക് പറയേണ്ടത് അവർ നോർമലൈസ് ചെയ്യുന്നില്ല എന്നുള്ള ശരിക്കും ലക്ഷ്മിയുടെ പോയിന്റ്. എനിക്ക് തോന്നുന്ന ലക്ഷ്മിയുടെ മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയാൻ വന്ന അക്ബറിന്റെ വീട്ടിൽ കയറ്റത്തില്ല, അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ അക്ബറിന്റെ വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ള പോയിന്റ് ലക്ഷ്മി പറയാൻ വന്നത്. അപ്പൊ ലാലേട്ടൻ നിങ്ങൾ വീട്ടിൽ കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. Milestone Makers presents Big Boss Cafe. മിഥുൻ, ഹലോ. സോ ബിഗ് ബോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 ദിവസമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ നമ്മളിപ്പോൾ കൗണ്ട് ഡൗൺ ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ബിഗ് ബോസിന്റെ ഹാഫ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആണല്ലോ. ഇപ്പോഴും എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബിഗ് ബോസിൽ ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആര് വിന്നർ ആവും. അല്ല അത് പറ്റില്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യായിരുന്നു. ഇത്രയും സീസൺസിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 40-45 ദിവസം ആകുമ്പോൾ ഇതിൽ ഇന്നയാള് വിന്നർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. മിഥുനും അങ്ങനെ അല്ലായിരുന്നോ? അതെ, മിഥുൻ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പൊ ആക്ച്വലി ഈ സീസണിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഗെയിംസ് ഒക്കെ ഭയങ്കര, എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടം ഗെയിംസ് ആണ്. നല്ല രസമുള്ള ഗെയിംസ് ഉണ്ട്. പക്ഷെ ഇത്തവണ ഫിസിക്കൽ ഗെയിംസ്. പക്ഷെ ഇത്തവണ ഞാൻ ഫിസിക്കൽ ഗെയിം എന്ന് പറയുന്ന രീതിയിൽ അത്രയും കണ്ടില്ല. എന്താ മിഥുന് തോന്നുന്നേ? അല്ല ഇപ്പോൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഫിസിക്കൽ കേസ്. കാരണം നെവിനൊക്കെ നിറങ്ങുന്ന ഒരു കത്തി പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് ഇച്ചിരി പേടിയായി കേട്ടോ. മിഥുന് പേടിയായ? എനിക്ക് പേടിയൊന്നും ആയില്ല, കുറച്ച്. അല്ല ആക്ച്വലി അല്ലേ, അത് ലൈക്ക് നമ്മള് ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ആളത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും കത്തി വെച്ചിട്ട് ആവശ്യം വന്നാലോ എന്നൊക്കെ പറയുമ്പോ നെവിനെ മറ്റേ ലാലേട്ടൻ അവിടെ വെച്ചിട്ട് മറ്റേ ഷാനവാസിനെ വഴക്ക് പറയുമെന്ന് നെവിൻ കുറെ വിചാരിച്ചായിരുന്നു. വഴക്ക് പറയായപ്പോ നെവിന് വിഷമമായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിസിക്കൽ ടാസ്ക് ഇത്തവണ കുറച്ച് കുറവാണ്. എന്നാലും ടാസ്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറെ ഹോട്ടൽ ടാസ്ക്, അങ്ങനെ കുറെ ഫാക്ടറി ടാസ്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മിഥുൻ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ബിഗ് ബോസിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്ന ഏതാ? അങ്ങനെ ഒരു ടാസ്ക് യൂസ് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടില്ല. മുമ്പത്തെ കണ്ടസ്റ്റൻസ് ടാസ്ക് യൂസ് ചെയ്തിട്ട് അവർ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ആരും ടാസ്ക് മറ്റേ ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്ന ആരും ഇല്ല. എന്നാലും കുറച്ചെങ്കിലും ടാസ്കിൽ ഇൻവോൾവ് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അവരിതിന് ഒരു സീരിയസ് മൂഡിൽ കണ്ടിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ഈ ഫിസിക്കൽ ടാസ്ക് വരുമ്പോ ആരായിരിക്കും കൂടുതൽ കളിക്കുന്നത്? ഫിസിക്കൽ ടാസ്ക് എനിക്ക് അവിടെ അങ്ങനെ ബെറ്റർ കളിക്കുന്ന ആരെയും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരാളെയും തോന്നിയിട്ടില്ല. ഏറ്റവും വീക്ക് ആയിട്ട് അവിടെ ഗെയിംസിന് എടുക്കുന്ന ആരായിരിക്കും? എനിക്ക് തോന്നുന്നു അനു ആണെന്ന് തോന്നുന്നു. ഗെയിംസ് ഒന്നും തീരെ ഫോക്കസ് ചെയ്യുന്നില്ല. അനു വേറെ ഏതോ യൂണിവേഴ്സിലാണ് അവിടെ. യൂണിവേഴ്സിലാണ് ഗെയിംസിന്റെ കാര്യം. പിന്നെ ഏറ്റവും ബെറ്റർ കളിക്കുന്നുണ്ടെങ്കിൽ സാബുമാൻ കുറച്ച് കളിക്കാൻ സാധ്യതയുള്ള ആളാണ്. കാരണം സാബുമാൻ ആകെ അതേ പറ്റത്തുള്ളൂ. അപ്പൊ പുള്ളി എന്തായാലും ഗെയിം സാബുമാൻ എനിക്ക് അത്ര തോന്നുന്നില്ല. ഫിസിക്കൽ ടാസ്ക് അല്ലേ, മറ്റേ ഇപ്പം മൈൻഡ് ഗെയിം ഒന്നും പറ്റില്ലായിരിക്കും. പക്ഷെ ഫിസിക്കൽ ടാസ്ക് സാബുമാനാണ് ഏറ്റവും ബെറ്റർ കളിക്കാൻ സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നു ആൾക്ക് അങ്ങനെ ഒരു ടാസ്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഫിസിക് ഉണ്ടെന്ന് വെച്ചിട്ട് കളിക്കണമെന്നോ ഇല്ല. അല്ല അപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇതിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഉള്ളതിൽ സാബുമാനാണ് ബെറ്റർ എന്നാ തോന്നുന്നത്. സാബുമാൻ ആയിരിക്കാം മേ ബി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കുറച്ചുകൂടി ഫിസിക്കൽ ടാസ്ക് ഒക്കെ കൊണ്ടുവരണം. അപ്പൊ അതിനെപ്പറ്റി വയസ്സന്മാരാന്ന് തോന്നുന്നു കുറച്ചുകൂടെ. ഓക്കെ, സോ മിഥുൻ, നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ചേരുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് കഫേയുടെ കൺസൾട്ടന്റ് ബിജോ ആണ് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത്. സോ ബിജോ. ഹായ് ബിജോ. അപ്പോ ദിസ് ഇസ് മിഥുൻ. അപ്പൊ ഞങ്ങള് ബിജു, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തവണത്തെ സീസണിൽ ഫിസിക്കൽ ടാസ്ക് ഒത്തിരി നമ്മൾ കൊടുക്കുന്നില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു കണ്ടസ്റ്റൻസിന്. കാരണം എല്ലാ സീസണിലും നമുക്കൊരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ പറയും ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ് നന്നായി പെർഫോം ചെയ്യാന്നുള്ളത്. പക്ഷെ ഇത്തവണ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫിസിക്കൽ ടാസ്ക് ഒക്കെ വളരെ കുറവാണ് മറ്റു സീസണിൽ അപേക്ഷിച്ച്. അതിന് എന്താ പറയാനുള്ളത് ബിജു? ഇപ്പൊ ഒരു 50 എപ്പിസോഡല്ലേ ഉള്ളൂ. ബാക്കി ഇനി എപ്പിസോഡുകളൊക്കെ വരാറുള്ളതല്ലേ. അതിന്റെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്കിപ്പോ ഗെയിമിങ്ങിന്റെ ഒക്കെ വരുത്തുള്ളൂ. അതെ, പക്ഷെ എനിക്ക് തോന്നി 50 ദിവസം ആണെങ്കിലും 50 ദിവസം എത്രയോ പേര് പുറത്തായി. ചിലപ്പോ ഗെയിമിന്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവരുണ്ടായിരുന്നായിരിക്കും ആ കൂട്ടത്തില്. അപ്പൊ അവരൊക്കെ പുറത്തു പോയതിന്റെ ഒരു റീസൺ മേ ബി ഫിസിക്കൽ ഗെയിംസ്. കാരണം ഈ സീസണിൽ ഒരാളും
ഗെയിംസിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അനീഷൊക്കെ നല്ല അത്യാവശ്യം നല്ലതായിട്ടൊക്കെ ഗെയിമിംഗ് അനീഷൊക്കെ മൈൻഡ് ഗെയിമർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഫിസിക്കൽ ടാസ്കില് ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞ എല്ലാ സീസൺസിലും ആ ടൈമിൽ കുറെ ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ടാസ്കും ഇല്ലായിരുന്നു. നമ്മളങ്ങനെ കണ്ടിട്ടില്ല, ഒന്നും ഒരു ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. ആകെ നമ്മൾ വരുന്ന കൂടുതലും ലാലേട്ടൻ വരുന്നത് മാത്രമേ ഇപ്പം ബിജു പറഞ്ഞു 50 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 50 ദിവസത്തിൽ ഞങ്ങൾക്ക് വിലയിരുത്താൻ പറ്റിയിട്ടില്ല ആരായിരിക്കും ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ആരായിരിക്കും ഈ സീസൺ വിന്നർ എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ സംശയമൊന്നും വേണ്ട, അനീഷൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പ്ലേ ചെയ്യുന്നതല്ലേ. അനീഷ് നന്നായിട്ട് പ്ലേ ചെയ്യുന്നതാണ്. സോ അനീഷ് ആയിരിക്കും വിന്നർ എന്നാണ് ബിജു പറയുന്നത്. അതെ, ഞാൻ എന്റെ ഒരു ഭാഗം വെച്ചിട്ട് അനീഷാണ് മിക്കവാറും ഇതാവുന്നത്. ഓക്കെ, അനീഷ് വിന്നർ ആവാനുള്ള റീസൺ എന്തായിരിക്കും? അനീഷ് നല്ല അത്യാവശ്യം ഗെയിമിംഗ് ആണ്, പിന്നെ ആവശ്യമുള്ളിടത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആവശ്യമുള്ളിടത്ത് സംസാരിച്ചു എന്ന് വെച്ചിട്ട് വിന്നർ ആവണമെന്നില്ല. പക്ഷെ എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് കേട്ടോ. അനീഷിനോട് എനിക്ക് ഇഷ്ടക്കുറവില്ല. പക്ഷെ അല്ല, ഇപ്പൊ ശരിക്കും ഈ അനീഷ് ഷാനവാസ് കോംബോ വർക്കൗട്ട് ആവുന്നതുകൊണ്ട് ഈ അനീഷിന്റെ ഫോളോവേഴ്സ് നേരെ ഷാനവാസിലോട്ട് തിരിയാൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓവർടേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഷാനവാസ്. അപ്പൊ ബിജു പറഞ്ഞു അനീഷിന്റെ കാര്യം. അപ്പൊ ഈ അനീഷ് ഷാനവാസിന്റെ കൂടെ ഇപ്പൊ ഒരുമിച്ച് അത് പക്ഷെ കാണാൻ രസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ കാണാൻ രസമുണ്ട്. പക്ഷേ എന്താണ് തോന്നുന്നത്, അനീഷ് എസ് എ ഗെയിമർ ഒറ്റയ്ക്ക് നിന്ന് പ്ലേ ചെയ്യുന്നതായിരുന്നോ അതോ? പുള്ളി പലപ്പോഴും ഒറ്റയ്ക്ക് നിന്നിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം. പക്ഷേ അത് എല്ലാവരും ഇങ്ങനെ ഗെയിമിങ്ങിന്റെ കൂടെ എല്ലാവരും ടീം കളിച്ച് നിൽക്കുന്നത് പോലും അനീഷ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഗെയിം കളിക്കുന്നത്. ലാലേട്ടൻ പോലും അനീഷിനെ ഒറ്റയ്ക്ക് സമ്മതിക്കുന്നില്ലെന്ന് സമ്മതിക്കുന്നില്ല. അത് ശരിയാ. ബിക്കോസ് ലാലേട്ടനും എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ലാലേട്ടൻ ആരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞവരെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്തതിൽ ഔട്ട് ആവുകയും ചെയ്യുന്നു സാധാരണ. അങ്ങനെ ഒരു എക്സാമ്പിൾ അത് കഴിഞ്ഞ സീസൺ. ഈ സീസൺ അല്ല, ലാലേട്ടൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അടുത്ത സീസണിൽ അടുത്ത എപ്പിസോഡിൽ അവർ ഔട്ട് ആവുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് ടൈം ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു, അവര് ഫ്രണ്ട്സ് ആയി. പക്ഷെ അത് നല്ല രീതിയിലാണ് വന്നത്. ലാലേട്ടൻ കൂടെ ഓവറായിട്ട് അതിനകത്ത് ഇത് ചെയ്യുന്നുണ്ടോന്നൊരു. അപ്പൊ ലാലേട്ടൻ നമ്മളെ പോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യുന്നോണ്ടായിരിക്കാം. കാരണം ലാസ്റ്റ് ടൈം ലാലേട്ടൻ അത് നല്ല രീതിയിൽ പറഞ്ഞു, ഈ ആഴ്ചയും നല്ല രീതിയിൽ അത് പോയത്. ഞാൻ വിചാരിച്ചു ഇനി ലാലേട്ടൻ എന്തെങ്കിലും പറയും, ഇത്രയും വേണ്ടാന്ന് പറയൂ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും അതെ, ഈ വട്ടം ലാലേട്ടൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഈ സീസണിൽ എടുത്തേക്കുന്നത്. കാരണം പലയിടത്തും സ്ട്രോങ് ആവേണ്ട അടുത്ത് ലാലേട്ടൻ സ്ട്രോങ് ആവുന്നുണ്ട്. അത് ബിഗ് ബോസ് തന്നെ കൊടുത്തേക്കുന്ന ഇതായിരിക്കാം. ലൈക്ക് എങ്ങനെ കുറച്ചുകൂടി സ്ട്രോങ് ആവണം എന്നായിരിക്കും ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആയിരിക്കും ലാലേട്ടനും ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ആ സീസണില് അതിന്റെ അകത്ത് നടക്കുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പൊ അതില് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടേ കാര്യമുള്ളൂ. മാത്രമല്ല കഴിഞ്ഞ വട്ടമൊക്കെ ലാലേട്ടനെയാണ് എല്ലാരും ചുമ്മാ ആവശ്യമില്ല ബ്ലെയിം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ സൽമാൻ ഖാനെ പോലെ ആവുന്നില്ല. ലാലേട്ടൻ ഭയങ്കര സ്വീറ്റ് ആണ്. ഇത്രയും സ്വീറ്റ് ആവുന്നത് സൽമാൻ ഖാനെ കണ്ടുപഠിക്കൂ എന്നൊക്കെ എല്ലാരും പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്തവണ മറ്റേ കിച്ചാബായിയെ കണ്ടുപിടിക്കാൻ വരാനുള്ള പറഞ്ഞിട്ടുണ്ട്. അതെ, എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നതെന്ന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പൊ ലാലേട്ടൻ. പിന്നെ വേറൊരു കാര്യം, അവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രീതിയിലും പ്രേക്ഷകർ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. കോൺട്രവേഴ്സീസ് ലൈക്ക് ഒളിഞ്ഞു നോട്ടം ലൈക്ക് അങ്ങനത്തെ കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലാലേട്ടനും മേ ബി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാകും. കാരണം ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടു. അത് കഴിഞ്ഞ തവണത്തെ വിഷു ഓർ ഓണത്തിന് ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരുന്നു. പക്ഷെ ഇത്തവണ ഇത് ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ ലാലേട്ടൻ വളരെ നോർമലായിട്ട്, ഒത്തിരി ചിരി കളിയൊന്നുമില്ല. മേ ബി ലാലേട്ടനും ഇതിനോട് അങ്ങ് അക്സെപ്റ്റ് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അക്സെപ്റ്റ് ആയെന്ന് അറിയില്ല. കാരണം ഈ ലാസ്റ്റ് വീക്കെൻഡില് ലാലേട്ടൻ കുറച്ച് കൂളായി. പക്ഷെ ലാലേട്ടൻ അതിന് മുമ്പ് പറയുന്നുണ്ട്, നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ അവരെ കുറെ വഴക്ക് പറയും, അവര് പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്ക് മാറ്റി പിടിക്കാന്നാ പറഞ്ഞത്. ആക്ച്വലി ആൾക്ക് ദേഷ്യമില്ലാത്തോണ്ടല്ല, എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ലാലേട്ടൻ കൂളായി വരുന്നുണ്ട്. കാരണം അനീഷിന്റെ ഒക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ വട്ടം വന്ന സമയത്ത് കുറെ ഗെയിംസ് ഒക്കെ കൊടുത്തപ്പം അനീഷ് കുറെ ഉത്തരങ്ങളും മാത്രം പറഞ്ഞപ്പം പുള്ളിക്കാരൻ കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് കൊടുക്കുന്ന രീതിയിൽ ലാലേട്ടൻ കൂളാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും വഴക്ക് പറയുന്നതുകൊണ്ടാണ്. പിന്നെ അനീഷ് അല്ല ബിജു അനീഷിന്റെ ഫാൻ ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. ആക്ച്വലി അതിൽ വഴക്ക് കിട്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ട്. അപ്പം അതുകൊണ്ട് ലാലേട്ടൻ കൂളായത്, ലാലേട്ടൻ മനഃപൂർവ്വം കൂളായതാണ് എനിക്കും തോന്നുന്നു. കാരണം ലാലേട്ടൻ ആവശ്യമില്ലാത്ത ഹേറ്റൊക്കെ കിട്ടുന്നുണ്ട് അതിന്റെ. അതെ, പക്ഷെ അത് എപ്പോഴും ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അനുമോളോട് ലാലേട്ടൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞു എന്തിനാ അനുമോളോട് അങ്ങനെ സംസാരിക്കുന്നത്, അനുമോൾ ഒരു പാവാണ്. ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പം ജിസേലിനോട് ജിസേലും അനുമായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും മാത്രം കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് ജിസേലിന്റെ അടുത്ത് എന്ത് സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അനുമോളുടെ അടുത്ത് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ടോക്ക് വന്ന് നിങ്ങൾ കണ്ടായിരിക്കും. കാരണം ഒരുപാട് ട്രോൾസ്. ജിസേലിനോട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിസയിൽ കുറച്ച് മലയാളമൊന്നും അറിയാതെ നമുക്ക് സംസാരിക്കുന്നുണ്ട്, ലാലേട്ടന് ഒരു പ്രത്യേക ഒരു പരിഗണന ഉള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പരിഗണന ഉള്ളത് കൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അനു വളരെ കാമായിട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ അനു ഒത്തിരി അങ്ങനെ പെർഫോം ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അനു കേറി വന്നു. കാരണം ആളുകൾ നോക്കുമ്പോ അനുവിന് കുറെ ചീത്ത പറയുന്നു. എന്തിനാ അങ്ങനെ ചീത്ത പറയുന്നത് ലാലേട്ടൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്, അതിന് സപ്പോർട്ട് കൂടി എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മൈൻഡ് പോലും അറിയാതെ നമ്മൾ അതിലേക്ക് ആവും. ലൈക്ക് ഒരാളിങ്ങനെ, അതാണ് ലക്ഷ്മിക്ക് ഉണ്ടായത്. ലക്ഷ്മിനെ നമ്മൾ എല്ലാവരും എത്രയോ, ലക്ഷ്മിക്ക് അതുകൊണ്ടല്ല, ലക്ഷ്മിക്ക് റിയാസ് വന്നുകൊണ്ടാണ്. അതാ പറഞ്ഞത്, ലക്ഷ്മിക്ക് വരാൻ റീസൺ എല്ലാവരും കൂടി ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വരും. അത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു റിയാസ് വന്നത് ഭയങ്കര ഒരു കാര്യമായി. കാരണം റിയാസ് ആരെ ഒപ്പോസ് ചെയ്യുന്നു അവർക്ക് ഫാൻസ് കൂടും. ആക്ച്വലി ഉദ്ദേശിച്ചത് അങ്ങനെ അല്ലായിരുന്നായിരിക്കും. റിയാസ് മാത്രമല്ലല്ലോ, എല്ലാരും ലക്ഷ്മിക്കെതിരായിരുന്നു. പക്ഷെ അതുകൊണ്ട് ലക്ഷ്മിക്ക് നല്ല വോട്ടുണ്ട്. ലക്ഷ്മി ഇപ്പൊ അത് ഏറ്റവും ബാക്കി കടന്ന ലക്ഷ്മി ഇപ്പൊ ഒരു ഒറ്റ എപ്പിസോഡ് കഴിയുമ്പോഴത്തേന് ഏറ്റവും ടോപ്പായി. എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസ് മനഃപൂർവ്വം അങ്ങനെ ലക്ഷ്മിയും റിയാസിനെയും കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലക്ഷ്മിയും റിയാസും അവർ രണ്ടോ വ്യക്തികൾ, അവരാണെങ്കിൽ ആരെയൊക്കെ അവർ ഒപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരെയൊക്കെ നെഗറ്റീവ് പറയുന്നു അവർക്ക് സ്വാഭാവികമായിട്ടും ഫാൻസ് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ലക്ഷ്മിയും റിയാസും ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിക്ക് റിയാസിന് അത്രയ്ക്ക് ഹേറ്റ് ഉണ്ട്. റിയാസ് വന്നപ്പോ തന്നെ ആ ഷാനവാസിനെയും കൊണ്ട് കുറെ പണിയെടുപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഷാനവാസിന് നല്ലതാണ്. അല്ല, പുറത്ത് ലക്ഷ്മിക്കും റിയാസിനും നല്ല ഹേറ്റ് ഉണ്ട്. അപ്പൊ അവരാരെ ഒപ്പോസ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അവർ ഒപ്പോസ് ചെയ്യുന്നവർക്ക് ഫാൻസ് കൂടും. അതെ, പക്ഷെ ഇതില് നടന്നത് റിയാസ് ലക്ഷ്മിക്ക് ഒപ്പോസ് ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ റിയാസ് മാത്രല്ല, ആ ടൈമിൽ അവിടെയുള്ള എല്ലാവരും. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല, ലക്ഷ്മി നന്നായിട്ട് കളിച്ചായിരുന്നു. ആ ഗെയിം നന്നായിട്ട് ചെയ്തതിൽ വളരെ കുറച്ച് പേരിൽ ഒരാൾ ലക്ഷ്മിയായിരുന്നു. അപ്പൊ അതും കൂടി കണ്ടപ്പോ പ്രേക്ഷകർക്ക് തോന്നിക്കാണും. പിന്നെ ഇപ്പൊ എല്ലാം തിരിച്ചായി. ലൈക്ക് ആ കുട്ടി പറഞ്ഞാൽ എന്താ തെറ്റ്, ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ലാലേട്ടൻ അനുമോളുടെ കേസിലാണെങ്കിലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ലാലേട്ടനെ എഗെയിൻസ്റ്റ് കുറെ പേര് സംസാരിക്കുന്നുണ്ട്. അല്ല, അത് കാര്യമില്ലല്ലോ. കാരണം അതെ, ലൈക്ക് പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ അനുമോളെ എണീക്കേണ്ട ആവശ്യമില്ല. അനുമോളുടെ അടുത്ത് കൈപൊക്കാൻ പറഞ്ഞു, ഉത്തരം തെറ്റി പറഞ്ഞു. നമ്മളൊരു ക്ലാസ്സുകളില് പഠിപ്പിസ്റ്റുകൾ അതത്ര വലിയ കാര്യമാണോ? അത് ഒരു കാഷ്വൽ ആയിട്ട് ഒരു സംസാരത്തിലല്ലേ നടന്നത്. എക്സാക്ട്ലി അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പം ലാലേട്ടൻ അങ്ങനെ ചൂടായപ്പോ മേ ബി പ്രേക്ഷകർക്ക് തോന്നിക്കാണും എന്തിനാ ഇത്രയും ചെറിയ കാര്യത്തിൽ ഈ കുട്ടിയുടെ അടുത്ത് ഇത്രയും ദേഷ്യപ്പെടുന്നത്. അല്ല, ഇപ്പൊ എല്ലാത്തിലും ഫേവറേറ്റ്സ് കാണും. ലാലേട്ടൻ അതിനകത്ത് നെവിൻ ലാലേട്ടന്റെ ഫേവറേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നെവിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് നെവിനെ കെയർ ചെയ്യുന്ന നെവിൻ അങ്ങനെ കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ലൈക്ക് നെവിൻ എല്ലാവരിൽ നിന്നും മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പൊട്ടൻ ക്യാരക്ടർ ഇടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ മാത്രമല്ലേ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ മാത്രമാണ് പുള്ളി ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല നെവിൻ ഷാനവാസിന്റെ ആ ഒരു വിഷയം വന്ന പിന്നെ നെവിൻ ഒത്തിരി ഡൗൺ ആയി. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഒബ്വിയസ്ലി അത് നെവിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇതൊരു ഗെയിം ഷോ ആണ്. അതിങ്ങനെ ഇതിനകത്ത് ആകെ എന്റർടൈൻമെന്റ് തരുന്ന നെവിൻ മാത്രമായിരുന്നു. ഇപ്പൊ നെവിനും ഡൗൺ ആണ്. ആര്യൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു, കാരണം ആളുപോലും അറിയാതെ എന്റർടൈനർ ആവുന്നുണ്ട് ആക്ച്വലി. ആര്യന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ആര്യൻ ഭയങ്കര എന്റർടൈനർ ആവുന്നുണ്ട്. നമുക്കത് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ആളുടെ കോൺഫിഡൻസ് ആണ്. ആര്യൻ പറയുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി ഈ ഷോ ആളുകൾ കാണും, എന്റർടൈനർ ആണ്, ഞാൻ സൂപ്പർ ആളുകൾ ഷോ കാണുന്ന പറയുമ്പോൾ നമുക്ക് ശരിക്കും കോമഡി അതെ, അത് ശരിയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഒരു ടാസ്കിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഈ ടാസ്കിൽ കുറച്ച് പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ കുറച്ച് പേരുകളൊക്കെ പറയും. അപ്പൊ ആ പേരുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റന്റിനെയാണോ ഓർമ്മ വരുന്നതെന്നുള്ളത് പറയണം. ഓക്കെ, സോ ബിജു, മിഥുൻ, ഞങ്ങൾ രണ്ടുപേരോട് ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആൻസേഴ്സ് പറയാം. ഫസ്റ്റ് ബിജുவோட അടുത്ത് ചോദിക്കാം. ഫസ്റ്റ് വൺ, കഴുകൻ. അക്ബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരന്റെ ഗെയിമിംഗ് ഇപ്പം ഒരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള രീതിയിലാണ് ഇപ്പം പുള്ളിക്കാരന്റെ ഗെയിമിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ബറിന്റെ പക്ഷെ എനിക്ക് തോന്നുന്ന അക്ബർ ഇടക്ക് നന്നായിട്ട് പെർഫോം ചെയ്യും, ഇടക്ക് ഭയങ്കര വീക്ക് ആവും. ലൈക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നുണ്ട്. ബട്ട് അത് പുള്ളിക്കാരന്റെ ഗെയിമിംഗ് ആയിരിക്കാം. അങ്ങനെ ഗെയിം ചെയ്യുന്ന ലാലേട്ടൻ പറയുന്ന പോലെ ഇതിന് സമയമില്ല. നമുക്ക് ബിഗ് ബോസിൽ ഗെയിം കളിക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയമില്ല. എല്ലാ ദിവസവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. യെസ്, സോ കഴുകൻ ബിജു പറയുന്നത് അക്ബർ ആണ്. ഓക്കെ, മിഥുൻ? എനിക്ക് തോന്നുന്നു ആദിലയാണെന്ന് തോന്നുന്നു. കാരണം കഴുകൻ എന്ന് പറയുമ്പോൾ ഈ മരിച്ചിട്ട് ശവം തിന്നുന്ന സാധനമാണല്ലോ. അപ്പൊ ഈ നവിന്റെ ഷാനവാസിന്റെ ഇഷ്യൂ സത്യം പറഞ്ഞാൽ കുത്തിപ്പൊക്കി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തത് തന്നെ ആദിലെ.
അപ്പൊ ആദിലേക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്, ആദില ഒരു കഴുകൻ മൈൻഡ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആദിലേക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവും, പക്ഷെ ആളുടെ മൈൻഡ് പെട്ടെന്ന് മാറും. അതുകൊണ്ടാണ് ആള് സോറി പറഞ്ഞത്. കാരണം ആൾക്ക് പെട്ടെന്ന് തോന്നലുണ്ടാവുന്നത്. ലൈക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഈ സിറ്റുവേഷൻ തന്നെ ആദിലങ്ങനെ പറയാൻ കാരണം അതിലെങ്ങനെ പറയാൻ കാരണം ആദിലയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആദില അവിടെ അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ മൈൻഡുള്ള ഒരാൾ ഓഡിയൻസ് എന്നെ നല്ലത് വിചാരിക്കണമെന്ന് വിചാരിച്ച് ഒളിച്ചിരിക്കുന്നതാണ് ശരിയും കഴുകൻ ആദിലാന്ന് എനിക്ക് തോന്നുന്നു. ഓ അങ്ങനെ ഓക്കെ. പക്ഷെ അതിപ്പോ പുറത്ത് വന്നപ്പോ ഒരുപാട് ഹേറ്റേഴ്സ് ഇല്ല, നമ്മൾ അതിലെന്താ അവിടെ വെച്ച് സോറി പറയണം, കാരണം ആളുകൾ അതിനെ കുറിച്ച് നല്ലത് വിചാരിക്കാമെന്ന് വിചാരിച്ചാണ് സോറി പറയുന്നത്. അപ്പം മേ ബി അങ്ങനെ ആയിരിക്കാം. പിന്നെ ഇതാണ് ഒരു ഗെയിം ഷോ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. പക്ഷെ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതില ചെറിയൊരു അതില പറഞ്ഞ സാധനം ആർക്കും അവിടെ മനസ്സിലായിട്ട് പോലുമില്ല, എന്നിട്ട് അത് വാദിച്ച് ജയിക്കാൻ വേണ്ടിട്ട് അത്ര നെവിന്റെ ഇഷ്യൂ അവിടെ കൊണ്ടുവന്നിട്ട് അത്രയും പ്രശ്നം. നെവിന്റെ ഇഷ്യൂല് എനിക്ക് ശരിക്കും ആദിലനോട് എതിർപ്പ് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഇത്രയും വഷളായത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ കഴുകൻ പറഞ്ഞിരിക്കുന്നത് യെസ്. ഓക്കെ, വറചട്ടിന്ന് തീയിലോട്ട്. എനിക്ക് വരുന്നത് ലക്ഷ്മിയാണ്. എനിക്കും ലക്ഷ്മീനെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്മി എന്ന് പറയാൻ കാരണം? എനിക്ക് ലക്ഷ്മി എന്ന് പറയാൻ കാരണം ആദ്യം മറ്റേ പുള്ളിക്കാരൻ്റെ എനിക്ക് ലക്ഷ്മി എന്ന് പറയാൻ കാരണം ആദ്യം ഒനിയിൽ ഇഷ്യൂ ഉണ്ടായി. ലക്ഷ്മി എല്ലാവരും കൂടെ ഒരു സൈഡിൽ ചവിട്ടി അത് കൂട്ടി അവിടെ കിടന്നപ്പോഴത്തേക്കാണ് അക്ബറായിട്ട് വഴക്കുണ്ടായി. അല്ല, അവിടെ കിടന്നപ്പോഴാണ് അക്ബറായിട്ട് വഴക്കുണ്ടായി മറ്റേ ഇഷ്യൂ വരുന്നത്, അതിലെന്നൂറ് ഇഷ്യൂ വരുന്നത്. അപ്പൊ ലാലേട്ടൻ വന്ന് ചവിട്ടി കൂട്ടി. അപ്പൊ എനിക്കൊന്ന് ലക്ഷ്മിയായിരിക്കും. പക്ഷെ ഇപ്പൊ കേറി വരുന്നില്ല ആ ഒരു വറചട്ടിയും തീയിലോട്ട് പോയത് ലക്ഷ്മിയ ഇപ്പൊ പൊരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട്. ആ തീന്ന് വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട്, വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് വേറെ ഒരാളെ അങ്ങനെ ഫീൽ ചെയ്യുന്നത് വേറെ ഒരു ബിജോയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആദിലയാണ്. കാരണം പുള്ളിക്കാരിയാണ് ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദിലയായിട്ടാണ് തോന്നുന്നത്. അല്ല, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതെ അതെ, എന്നുവെച്ചാൽ വറചട്ടിയിൽ നിന്ന് പിന്നെ പ്രശ്നങ്ങൾ വിചാരിക്കാതെ തന്നെ ഉണ്ടായി വരുന്നു, ആള് പോലും അറിയാതെ എന്നുള്ളതായി അല്ലേ? ബാക്കിയുള്ളവരെ വറചട്ടിയും തീരോട്ടിടുന്നത്. അതെ അതെ അതെ, പല ഇഷ്യൂസും പുള്ളിക്കാരി കാരണമാണ് ഉണ്ടാകുന്നത്. അതെ. സോ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. അത് റെനാപാത്തിനായിരുന്നു, പക്ഷെ ഔട്ടായി പോയി. അല്ല, ആര്യനും അങ്ങനെ വായിൽ തോന്നുന്ന സാധനമാണ് ആര്യൻ. ആക്ച്വലി ആര്യൻ ഒരു എന്റർടൈനർ ആണ്. പിന്നെ ആര്യൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനാണ്. ആര്യൻ എനിക്കൊരു അതിശയമാണ്. ആര്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആര്യൻ ആക്ച്വലി ആര്യൻ തന്നെ പറയുന്നുണ്ട്, അതിന്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് ഈസ് ഇമ്മച്യൂർ, അത്രയും മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. പിന്നെ ആള് വളർന്ന രീതിയിലേക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പൊ പക്ഷെ ആള് തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കേണ്ട രീതിയിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ എന്താ നമുക്ക് എന്റർടൈൻമെന്റ് വരാൻ കാരണം ആള് നമ്മളെ മനഃപൂർവ്വം എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ വന്നാലും ഔട്ട് വരുന്നത് എന്റർടൈനർ ആയിട്ടാണ്. ഇപ്പൊ ആര്യന് നല്ല ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ഹേറ്റേഴ്സ് മാറിയതല്ല, ആര്യനിപ്പോ ആരും ബോധർ ചെയ്യുന്നില്ല ആര്യന്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആര്യനോട് ദേഷ്യം ഉണ്ടായിരുന്ന ആര്യനെ ബോധർ ചെയ്യുന്ന സമയത്ത് ആര്യനോട് ആൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആര്യൻ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആര്യനെ സൈഡിൽ ചെയ്യണം. അതെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ആർക്കും വന്നിട്ടില്ല. ലൈക്ക് ആദ്യം കണ്ടേന്ന് പിന്നെ അനീഷിന് നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അനീഷ് പണ്ടേ സ്ട്രോങ് ആവാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. പിന്നെ നമുക്കൊരു ഇഷ്ടം വന്നു. അല്ല, അനീഷ് സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. അനീഷ് പക്ഷെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അനീഷ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒട്ടും ഒന്നും ചെയ്യാതെ ഇരുന്ന് പെട്ടെന്ന് ഷാനവാസിന് അത്യാവശ്യം ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു പണിയെടുക്കാതെ ആ ഒരു രീതിയിലായിരുന്നു ഇരുന്നത്. പക്ഷെ ഇപ്പം നല്ലതായിട്ട് വർക്കും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. ഒരു കണ്ടന്റ് ചെയ്യാൻ, അതെ അതെ, ആ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കിയ സാധനം ഷാനവാസിന് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു മാസ് ഹീറോ സാധനം കളിക്കാൻ നോക്കിയത് ഷാനവാസിന് സംഭവം ഷാനവാസിന് സംഭവം പല പല റീൽസിൽ പല പല അത് ആൾക്ക് എനിക്ക് തോന്നുന്നു ആൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഇടയ്ക്ക് വെച്ച ഒരു സിറ്റുവേഷനിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ റീലിട്ട്. സോ വായിൽ തോന്നുന്നത് ഇത് ബിജോയ്ക്ക് ആരെങ്കിലും പറയാനുണ്ടോ? എനിക്കും ആര്യൻ തന്നെയാണ്. ഇനി കാരണം പുള്ളിക്ക് അപ്പം തോന്നുന്നതാണ് അപ്പം തന്നെ അങ്ങ് പറയും. എന്തുവാ അതിന്റെ അത് ശരിയാണ്. എക്സാക്ട് ആര്യം തന്നെയാണ് അതിന് പറ്റിയ ഒരു വേറെ ആരും അങ്ങനെ ഒന്നും മറച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടി മറച്ചു വെക്കുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആളങ്ങനെയാണ്, ആൾക്ക് ആരെയും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡാണ്. പിന്നെ ഇവിടുന്ന് പോയാലും ആൾക്ക് പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണെന്ന് തോന്നുന്നു എനിക്ക്.
അല്ല എനിക്ക് തോന്നുന്നു ആര്യന്റെ തോട്ട് എനിക്ക് തോന്നുന്നു ആര്യനായിരിക്കും വിന്നർ എന്നുള്ള കൂടുതൽ ആര്യം വിചാരിക്കും. ആ മേ ബി അങ്ങനെ ആയിരിക്കും. കാരണം ഇപ്പൊ ലാസ്റ്റ് ഒരു സീസണില് പിന്നെ പുറത്തു പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വെൽക്കമിങ് ആർക്കാണെന്ന് ചോദിച്ചപ്പോ ആര്യം വിചാരിച്ച ആര്യനെ വിളിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആര്യന് ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തില്ല, ട്രോഫി ഒന്നും കിട്ടാത്തില്ല, ഒരു ചെറിയ സങ്കടം. ഇല്ല, ആര്യം വിചാരിച്ച ആര്യനെ കിട്ടുന്നതാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ആര്യം ഷോക്കായി, അതെന്താ എനിക്ക് തരാനുള്ള മൂടായിരുന്നു. എന്താ അതിനകത്ത് പറയുന്നത്? ആര്യൻ സെൽഫ് കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു, ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഓവർ കോൺഫിഡന്റ് ആണോ? ഓക്കെ, മേ ബി നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ബിഗ് ബോസ് ജേർണി ആളുടെ പല കാര്യങ്ങളും മേ ബി മാറ്റിയേക്കാം. ചിലപ്പോൾ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആര്യനായിരിക്കാം. മെച്യൂർഡ് ആണെന്ന് പറഞ്ഞാൽ അല്ല, പല ഡിസിഷനും പുള്ളി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻമെച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. അല്ല, ആര്യന് പറ്റിയ കണ്ടസ്റ്റന്റ് റെന ഫാത്തിമയായിരുന്നു. ഇപ്പൊ പോയപ്പോ രണ്ടുപേരും സെയിം ശരിയാണ്. ഇനി വെട്ടൊന്ന് മുറി രണ്ട് ലക്ഷ്മി, ഞാൻ പറയാം ലക്ഷ്മി ലക്ഷ്മി ഒറ്റ മൈൻഡാണ്. അത് എന്ത് പറഞ്ഞാലും ആ പുള്ളിക്കാരി വിചാരിക്കുന്നതാണ് അവിടെ ഒറ്റ മൈൻഡായിട്ട് പറയും. കാരണം മറ്റേ ആദില നൂറുടെ ഇഷ്യൂല് ശരിക്കും ലക്ഷ്മിക്ക് പറയേണ്ടത് അവർ നോർമലൈസ് ചെയ്യുന്നില്ല എന്നുള്ള ശരിക്കും ലക്ഷ്മിയുടെ പോയിന്റ്. എനിക്ക് തോന്നുന്ന ലക്ഷ്മിയുടെ മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയാൻ വന്ന അക്ബറിന്റെ വീട്ടിൽ കയറ്റത്തില്ല, അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ അക്ബറിന്റെ വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ള പോയിന്റ് ലക്ഷ്മി പറയാൻ വന്നത്. അപ്പൊ ലാലേട്ടൻ നിങ്ങൾ വീട്ടിൽ കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. അപ്പം ലക്ഷ്മി ആ പോയിന്റ് ജയിക്കാൻ വേണ്ടി മാത്രം ആ കുറ്റായിട്ട്. പക്ഷെ അതില് ഉറച്ചു നിന്നു ആൾ, ഇതുവരെ അത് മാറിയിട്ടില്ല. ലൈക് ഗസ്റ്റ് വന്നപ്പോ ചോദിച്ചു, എന്നിട്ടും ആള് മാറിയിട്ടില്ല. പൂരം കത്തുമ്പോൾ വാഴ വെട്ടുക, അതെനിക്ക് മറ്റേ സോറി എനിക്ക് ഒരു ഇത് ഓർമ്മ വരുന്നത്, അനീഷ് ഭയങ്കരമായിട്ട് ഒച്ചെടുത്തോണ്ടിരിക്കാൻ നേരം പഴം തിന്നോണ്ടിരിക്കുന്നു. അനീഷ് അപ്പൊ ഷാനവാസ് കയറിയിട്ട് പഴം ലൈക്ക് അത്രയും വലിയൊരു സംഭവത്തിൽ. പക്ഷെ ഷാനവാസ് അങ്ങനെ ഒരാളല്ല, ഇപ്പോഴും പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഒരൊറ്റ ഇൻസിഡന്റ് മാത്രമേ അങ്ങനെയുള്ളൂ. അല്ലാതെ പുര വെട്ടുമ്പോൾ വാഴ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ വാഴ വെട്ടുക. പക്ഷെ എന്നാലും ഒരു എന്താ പറയാ, ഒരു ഇൻസിഡന്റ് എനിക്ക് നെവിനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അല്ല റെന പക്ഷെ പോയല്ലോ. പക്ഷെ എനിക്കിതിൽ നെവിൻ എന്ന് വെച്ചാൽ പല കാര്യത്തിലും അങ്ങനത്തെ ഒരു സംഭവം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മെയിൻ കാര്യങ്ങളൊന്നും അങ്ങനെ ഇൻവോൾവ് ആവാറില്ല. പക്ഷെ സംഭവം ആള് വളരെ എന്റർടൈനർ ആയിരുന്നു. നമ്മളെല്ലാരും നന്നായിട്ട് എന്റർടൈൻ അവിടുത്തെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവാതെ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് എന്റർടൈനർ ആയിരുന്നു. അവിടുത്തെ മെയിൻ കാര്യങ്ങളൊന്നും ശരിക്കും പുറകത്തുമ്പോ വാഴോട്ടെന്ന് പറയാം. ആ അതെ, അതില് ആളെ വേണമെങ്കിൽ പറയാം. 11 പുലിയാണ് കേട്ടോ. എനിക്കും ഷാനവാസാണ്. അനീഷ് ചില സ്ഥലങ്ങളിൽ ഡൗൺ ആവുമ്പോൾ ഷാനവാസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. അത് ശരിയാണ്. പക്ഷെ എനിക്ക് അനീഷിനുള്ള നല്ല റെസ്പെക്ട് ഉള്ള ഒരു കാര്യം, ഒരു കോമണർ വന്നിട്ട് ഇത്രയും പേരുടെ സപ്പോർട്ട് വാങ്ങിക്കാന്ന് പറയുന്നത് ബിഗ് ഡീൽ. അല്ല, എനിക്കത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ അങ്ങനെ സെലിബ്സ് എന്ന് പറയുന്ന ആളുകൾ കുറവാണ്. ശരിക്കും അനീഷ് ശരിക്കും കോമണർ എന്ന് ബിഗ് ബോസ് പറയുന്നതാണ്. അനീഷ് ശരിക്കും കോമണർ അല്ല. ബാക്കിയുള്ളവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനീഷിന്റെ അത്ര റീച്ചുള്ള വേറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമുക്കതിൽ കുറച്ചെങ്കിലും അറിയുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അങ്ങനെ ഇല്ല. ആര് വന്നാലും അങ്ങനെയാണ്. പക്ഷെ അതെ, ഈ വട്ടം അങ്ങനെയാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു രീതിയിലും സപ്പോർട്ട് ലൈക്ക് ഒന്നും ഇല്ലാതെ വന്നിട്ട് ഇത്രയും പേരുടെ ഒരു സപ്പോർട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ആള് നല്ലൊരു കാര്യം. അല്ല, അനീഷിന് നല്ല കാര്യമാണ്. പക്ഷെ അനീഷ് അങ്ങനെ കോമണർ ആണ് ബിഗ് ബോസ് പറയുന്നതുകൊണ്ട് കോമണർ ആണ്, അല്ലാതെ അനീഷ് അങ്ങനെ കോമണർ അല്ല. ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനീഷ് അങ്ങനെ കോമണർ അല്ല. മേ ബി ഈ സീസണിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതില് കണ്ടസ്റ്റൻസ് വളരെ നമുക്ക് അറിയത്തില്ല. നമുക്ക് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. മേ ബി അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ ലക്ഷ്മിയൊക്കെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ട് എനിക്കറിയില്ല. ലക്ഷ്മി ഞാൻ കണ്ടിട്ടില്ല. അഖിൽമാരുടെ സിനിമയിലൊന്നും ഉണ്ടെന്ന് പറയുന്നത്. ആ സിനിമ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ സിനിമ എന്തുകൊണ്ട് കാണില്ല? ആ സിനിമ ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു, ഇവിടെ പറയാൻ പറ്റും. ഇഷ്ടപ്പെട്ടു. അപ്പൊ അഖിൽമാരുടെ കാണിക്കുന്ന ഷോർട്സ് എല്ലാം ഷോർട്ട് ഫിലിം പോലെ, ബാക്കി സിനിമ പോലെ എനിക്ക് തോന്നി. അതൊന്നല്ല, നിങ്ങള് ടീച്ചർ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് എനിക്ക് ജാഫർ അടിക്കൊക്കെ ഉണ്ട്. ജാഫർ അടിക്കെ കാണിക്കുന്ന ഫ്രെയിമിൽ അത് സിനിമയാണ്. അപ്പുറത്തെ ഫ്രെയിം അഖിൽമാരെ കാണിക്കുന്നത് ഷോർട്ട് ഫിലിമാണ്. നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എന്തായാലും ഈ മൂവിയിൽ മാത്രമല്ല, ലക്ഷ്മി 1-2 മൂവീസിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. ആക്ച്വലി അതിൽ നമുക്കറിയുന്നവര് കുറവാണ്. അത് ശരിയാണ്. സാബുമാന എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അറിയാം. സാബുമാൻ ക്രിയേറ്റർ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് കുടുംബ പ്രേക്ഷകർക്ക് അനുമോളെ അറിയുന്ന പോലെ റെന ഫാത്തിമേനെ അറിയണമെന്നില്ലല്ലോ. ആര്യനെ അതല്ലല്ലോ നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റ് വെച്ചാൽ ഇവരൊക്കെ
കുറച്ചെങ്കിലും പോപ്പുലർ ആണല്ലോ കോമണർ എന്നുള്ള സെൻസിൽ. ഞാൻ പറയുന്നത് അതെ, ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അനീഷ് എന്തായാലും ഒരു കോമണർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട് അവൻ പുലിയാണ്. കോമണർ വിട്ടേക്കൂ, എന്താണെങ്കിലും ആളുടെ ഒരു മൈൻഡ് ഗെയിം വെച്ചിട്ട് ഫാൻസിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതില് പിന്നെ ഈ പറയുന്ന പോലെ ഷാനവാസും ഓഫ് കോഴ്സ് ആള് പുലിയാണെന്ന് പറയുന്ന ആളുടെ ഒരു സ്വാഗ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പല ഫൈറ്റുകളിലും ഇപ്പൊ പുള്ളിയാണ് മെയിൻ, ആ ഫൈറ്റ് നിർത്തുന്നതും അത് തുടക്കം വെക്കുന്നതും പുള്ളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാ, എന്ന് വെച്ചാൽ ഒരു മെയിൻ ക്യാരക്ടർ ഫിഗർ ഉള്ളത് ശരിക്കും ഷാനവാസിന്, അവിടെ വേറെ ആർക്കും അതില്ല. അത് ഷാനവാസിന് അറിയുകയും ചെയ്യാം, ഷാനവാസിന് ഇതാണ് വേണ്ടത്. എവിടെ വന്നിട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ വന്ന് നിർത്തണമെന്ന് പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ആ മീശ പിരിച്ചത് ഏറ്റവും ഹൈലൈറ്റ് ആയത് എനിക്ക് തോന്നുന്നത് ലാലേട്ടനെ കാണുന്ന എപ്പിസോഡില്. അല്ല, പുള്ളിക്കാരൻ എപ്പോഴും മീശ വിരിക്കുന്നുണ്ട്, പുള്ളിക്ക് അറിയാതിരിക്കും എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ. ലാലേട്ടന്റെ ഒരു ഗെറ്റപ്പ്, ആ ഒരു രീതിയാണ് പുള്ളി ഫോളോ ചെയ്യുന്നത്. ഷാനവാസിനും അതുകൊണ്ട് ഫാൻസ് കൂടുന്നുണ്ട്. അല്ല, ഈ ബിഗ് ബോസിലെ ആളുകൾക്ക് വേണ്ടത് ശരിക്കും ഒരു മെയിൻ ക്യാരക്ടർ ഫിഗർ ആണ്. ഒരാൾ അങ്ങനെ വേണം, ബിഗ് ബോസിലെ എല്ലാ കാറ്റഗറീസും വേണം. അതിൽ ഒരാൾ എന്തായാലും മെയിൻ ക്യാരക്ടർ. ലാസ്റ്റ് ഈ തവണ ഉണ്ടായിരുന്നു ഒരാള് ലൈക്ക്, അതുപോലെ ഇത്തവണയും. എനിക്ക് തോന്നുന്നു ജിൻഡോ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ആളുകൾ കളിയാക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് അന്ന് ആ സാധനം ഉണ്ടായിരുന്നു. അർജുൻ ഉണ്ടായിരുന്നു ആ സാധനം. അർജുന് കുറച്ചുകൂടെ റൊമാൻറ്റിക് വൈബിലേക്ക് ആ ഒരു മെയിൻ നമുക്ക് ഒരു ഇഷ്ടപ്പെടും. ഫീമെയിൽസിനാണ് അർജുൻ ആ സാധനം ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ജിൻഡോ ആയിരുന്നു, പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ആളുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, ഇതിലിപ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ടോപ്പ് 5 എത്ര പേരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ആരൊക്കെ ആയിരിക്കും അതെന്ന് ചോദിച്ചാൽ ആരുടെയൊക്കെ പേര്? എനിക്ക് അനീഷും ഷാനവാസും എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവിടെ കാണും എന്ന് വിശ്വാസമുണ്ട്. അത് പറയാൻ പറ്റത്തില്ല, ഇപ്പൊ അടുത്ത് ഇതിന് വരുമ്പം ചിലപ്പോൾ മാറാം. കാരണം ഇപ്പം ലക്ഷ്മിയുടെ തന്നെ ഇത് വന്നു കണ്ടില്ലേ. പക്ഷേ എല്ലാ സീസണിലും പോലെ രണ്ടുപേര് തമ്മിലുള്ള അടി അല്ലെങ്കിൽ രണ്ട് ഗ്യാങ് തമ്മിലുള്ള അടി അതവിടെ ഇപ്പം വല്ലടി ഇല്ല. എല്ലാ സീസണിലും ഇപ്പം റോബിന്റെ സീസൺ ആണെങ്കിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു, മറ്റേ പഴയ മസിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജാസ്മിന്റെ സീസണിലാണെങ്കിലും എല്ലാ അങ്ങോട്ടും രണ്ടുപേരും ഉണ്ടായിരുന്നു, രണ്ടുപേര് നിന്നിട്ട് അടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്നവരൊക്കെ പോവാണ്, ലൈക്ക് എവിക്റ്റ് ആയി പോകുന്നത് അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ മെയിൻലി രണ്ടുപേരും അടിക്കാനായിട്ട് അങ്ങനെ രണ്ടുപേരില്ല. ഇപ്പം അനീഷും ഇപ്പൊ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ അനീഷും ഷാനവാസും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇനി ബിഗ് ബോസ് എന്തെങ്കിലും ഗെയിം സ്ട്രാറ്റജി ഇറക്കിയിട്ട് ഇവർ രണ്ടുപേരും തെറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് വലിയ ഫിഗേഴ്സ് ആയി. ഇപ്പൊ അനീഷും ഷാനവാസും ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ചാൻസ് കുറവാണ്. കാരണം അവരതുപോലെ പക്ഷേ ഷാനവാസിന് കപ്പിനെക്കാളും അനീഷിനെ ഇഷ്ടം എനിക്ക് തോന്നുന്നു. അവര് നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള ഒരു ഇപ്പൊ അനീഷിനൊരു വിഷയം വന്നാലും ഷാനവാസ് ആണ് ഏറ്റവും ഫ്രണ്ട്ലി വന്നിട്ട് അതിന് ഫൈറ്റ് ആയിട്ട്. അല്ല, അനീഷിന് കപ്പ് പിടിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഷാനവാസിന് കൂടുതൽ അനീഷിന് വേണമെന്നുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, പക്ഷെ അത് നമുക്കിപ്പം ഈ ബിഗ് ബോസ് സീസണിൽ കുറച്ച് എന്റർടൈൻ ഫാക്ടർ ഇതൊക്കെയാണ് അവര് രണ്ടുപേരുടെയും ഒരു കോംബോ. പിന്നെ ലവ് ട്രാക്ക് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അവിടെ എല്ലാരും പറയുന്നത് അത് മറ്റേ അത് ഈ പറയാനുള്ള മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ ബിന്നി പറയും, ബിന്നി അതെന്ന് പറഞ്ഞ് ഞാൻ കുത്തിത്തിരിപ്പൊന്നും അല്ല, എല്ലാരും എന്നെ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞ് കളിയാക്കും. അടുത്ത ഷൂട്ടിൽ പറയും ബിന്നി ഇരുന്ന് പറയും ഇവര് ലവ് ട്രാക്ക് ആണോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, കുത്തിത്തിരിപ്പ് പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാല് നമുക്ക് അപ്പൊ അതുകൊണ്ട് ബിന്നി ലിസ്റ്റിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിന്നി ടോപ്പ് 5 ഉണ്ടാവും. അത് വിന്നി എനിക്ക് തോന്നുന്നില്ല ടോപ്പ് 5. അല്ല, കാരണം ബിഗ് ബോസ് ഒരു പണി കൊടുത്തോണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. പിന്നെ ഡിപ്പെൻസ് ആണ്, നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. ലൈക്ക് മേ ബി ഇപ്പൊ പെട്ടെന്ന് ലക്ഷ്മിയുടെ ട്രാൻസ്ഫോർമേഷൻ പോലെ ബിന്നിക്ക് ആക്ച്വലി എനിക്ക് ലക്ഷ്മിക്ക് ഇപ്പൊ അതുണ്ടോ, ലക്ഷ്മിയുടെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഉറങ്ങി കിടക്കുന്ന. അതെ, ആള് പിന്നെയും ഡൗൺ ആയതാണ്. ബിഗ് ബോസ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്, നമ്മൾ ഇന്ന് കാണുന്നില്ല. അവർക്ക് ഇപ്പൊ വോട്ടിംഗ് കൂടുതലല്ലേ, കൂടുതലാണ്. പക്ഷെ ഇപ്പം കുറച്ചാളായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നേരത്തെ ചെയ്തതിന്റെ വോട്ടാണല്ലോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ചാളായിട്ട് ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ വോട്ട് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ നെവിന്റെ കൂടെ ഒന്ന് ചുമ്മാ അതേക്കും പറഞ്ഞ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ അവരുടെ ഒരു വിഷയം ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം റിയാസ് വന്നതിന്റെ ഒരു എതിർപ്പും ഇപ്പം ജനങ്ങൾക്കുണ്ട്. കാരണം അവരെല്ലാവരോടും ഒരു ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ ബിഗ് ബോസ് കഫേ അടയ്ക്കാൻ സമയമായി. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാൻ വിളിക്കാം. ഓക്കെ, താങ്ക് യു.